അപ്പോൾ ഇത് മോഹനണ്ണൻ. ഞങ്ങൾ ഇങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പുള്ളി ഇച്ചിരി ലേറ്റായിട്ട് വന്നെന്ന് ഞാൻ പറഞ്ഞത്. മോഹനണ്ണ, എങ്ങനെ ഈ നമ്മൾ പ്രായമുള്ളവരെ കരുതുന്നത് എങ്ങനെയാണ്? പ്രായമുള്ളവരെ കരുതുന്നത് അവർ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ബഹുമാനം അവർക്ക് കൊടുക്കുക. ബഹുമാനം മാത്രം കൊടുത്താൽ മതി. ബഹുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളെങ്കിലും പ്രായമുള്ള ആൾക്കാരുടെ അവരുടെ ആരോഗ്യനില, മറ്റു ഭക്ഷണങ്ങൾ, മരുന്നുകൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. കറക്റ്റ്. അല്ല, അത് അതിനകത്തൊരു ഇതില്ല. അതായത് മരുന്ന്, ഭക്ഷണം എല്ലാം നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാലേ അവർ നമ്മളെ ആശ്രയിച്ചായി പോകത്തില്ലേ? വേറെ കേട്ടോ, നമ്മൾ ഈ പ്രായമുള്ളവരെന്ന് പറയുന്നത് എന്താ എന്നെക്കാട്ടിലും പ്രായമുള്ളവർ വാർദ്ധക്യമായ ജോലിയും മറ്റും ചെയ്യാൻ വേണ്ട ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ. അതെ 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 അതെ. നമ്മൾ പ്രായമുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ശരീരത്തിനും ആരോഗ്യത്തിനും യാതൊരു ഇപ്പം എൻ്റെ അപ്പന് 83 വയസ്സാണ്, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് 52 ഉള്ളൂ, പക്ഷേ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരാ പ്രായമുള്ളത് ഇതിനകത്ത്? കാരണം ചോദിച്ച ചോദ്യം പോയിൻ്റാണ്. ബഹുമാനം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, സത്യമല്ലേ? മരുന്ന് കൊടുക്കുക, ഭക്ഷണം അവരുടെ അതിനനുസരിച്ച് കൊടുക്കുക, അല്ലേ? അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക. അതാണ് ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും. അവർക്കിപ്പോൾ ഇതല്ലേ ആഗ്രഹമുള്ളൂ, ഭക്ഷണം, മരുന്ന്, അത്രേ ഉള്ളൂ. അത് അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതല്ലേ? വെരി ഗുഡ്, താങ്ക് യു. 1 മണിക്കൂർ 2 മണിക്കൂർ അവരോട് സഹകരിച്ച് ഒരു മണിക്കൂർ നമുക്ക് 24 മണിക്കൂറുള്ളതിൽ 1 മണിക്കൂർ അവർക്ക് വേണ്ടി കൊടുത്താൽ സന്തോഷം പങ്കിടുക. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു, മൈ ഡിയർ.